കെമിക്കൽ ഡൈകൾ തേച്ച് മുടി നശിപ്പിക്കാതെ നാച്ചുറലായിട്ടുള്ള ഈ ഒരു ഡൈ ക്രീം നിങ്ങളുടെ മുടിയിൽ തേച്ച് നോക്ക്. എത്ര പഴക്കം ചെന്ന നരയും പൂർണ്ണമായിട്ടും മാറ്റാം. പ്രായഭേദമില്ലാതെ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ നമ്മൾ പലരും ചെയ്യുന്ന എന്താണ്, വിപണിയിൽ കിട്ടുന്ന കെമിക്കൽ പരമായിട്ടുള്ള ക്രീമുകളൊക്കെ മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ മുടിയെ നശിപ്പിക്കാതിരിക്കൂ. നിങ്ങളുടെ മുടിയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങളുടെ നര പെട്ടെന്ന് തന്നെ മാറ്റണോ, ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞു തരാം. ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്നതാണ്. എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാൻ നിങ്ങൾ മറക്കല്ലേ. നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക്, എനിക്ക് തരാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുടിയിലുണ്ടാകുന്ന നര പെട്ടെന്ന് തന്നെ വേരിൽ നിന്ന് തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത്. ഇത് നിങ്ങൾ മുടിയിൽ ഒന്ന് തേച്ചു നോക്ക്. മുടിയിലെ നര മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്താലോ നമുക്ക് ആ ഒരു കാര്യം. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയുള്ളത് കാണാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസ് കാണാം. അതിലേക്ക് പോകാം. പണ്ട് കാലം തൊട്ടേ മുടി നര മാറ്റാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡൈ ക്രീം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ചകിരിയാണ് വേണ്ടത്. ഒരു 3-4 ചകിരി നമ്മൾ എടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് പുറത്ത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതായത് പുറത്തിട്ട് തീ കത്തിച്ചിട്ട് അതിൻ്റെ ആ ചകിരിയുടെ ആ ഒരു ചാരം എടുക്കാം. അതല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല കെയർ ആയിട്ട്, അതായത് നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. മീഡിയം വലിപ്പത്തിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ആ ഒരു പാത്രം വെള്ളമൊക്കെ പറ്റി അത് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചകിരി ഉണ്ടല്ലോ, ചെറിയ ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചകിരി ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒരു കാരണവശാലും കൂട്ടി വെക്കാൻ പാടില്ല. തീ പെട്ടെന്ന് ആളിക്കത്തും. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കി എടുക്കാനായിട്ട്. എനിക്കിവിടെ പുറത്ത് വെച്ച് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം നമ്മുടെ കിച്ചണിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങളൊരു ചട്ടിക്കകത്തോട്ട് തീ കത്തിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ചാരമാക്കി എടുത്തിട്ട് നമ്മൾ ബാക്കി പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാം. എനിക്ക് പുറത്തൊന്നും ഇട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കിച്ചണിൽ വെച്ച് ചെയ്യുന്നത്. നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യണം. ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, ശ്രദ്ധ വേണം. തീ കൂട്ടിയിടാൻ പാടില്ല. ഇതിട്ടിട്ട് എങ്ങോട്ടും മാറിപ്പോകാനും പാടില്ല. കണ്ടോ, തീ കയറുന്നുണ്ടോ? പെട്ടെന്ന് തീ കയറി പിടിക്കും. ശ്രദ്ധ വേണം കേട്ടോ. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാം നല്ല പോലെ അത് മൂത്ത്, അതായത് നമുക്ക് ആ ചാരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൊണ്ടിൻ്റെ. അങ്ങനെ ആ ഒരു ചാരം നമ്മൾ ഈ കുറച്ച് കയറുമ്പോൾ, തീ കയറുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തീ ആളിക്കത്തിയതങ്ങ് അണഞ്ഞു പോകും കേട്ടോ. ഇത് കണ്ടോ, അണഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടോ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ചാരം നമ്മൾ പണ്ടത്തെ ആൾക്കാർ ഡൈ ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. അവർ ഇതേപോലുള്ള കാര്യമാണ് അവരുടെ മുടിയിൽ നര മാറ്റാനായിട്ട് ചെയ്തത്. മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും നമ്മുടെ മുടിക്ക് ഉണ്ടാകുക പോലും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഞാൻ നല്ല പോലെ അതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ കൈകൾ കൊണ്ട് ഞാൻ തണുത്തതിന് ശേഷം മിക്സ് ആക്കി, അതായത് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഇതിനകത്തേക്ക് ഒരു വിറ്റാമിൻ ക്യാപ്സൂളൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ലൂസായി പോകാൻ പാടില്ല. കണ്ടോ, ഈ ഒരു പരുവം കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് നമുക്ക് എവിടെയാണ് നരയുള്ളത് അവിടെ തേച്ചൊന്ന് പിടിപ്പിച്ചാൽ മതി. നല്ല പോലെ നര മാറും. കയ്യിലിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല പോലെ കറക്കുന്നുണ്ടോ. നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ തേച്ച് മുടിയിൽ തേച്ച് ഇതേ രീതിയിൽ പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. കഴുകുമ്പോഴൊന്നും ഈ ഒരു ഡൈ ക്രീം നമ്മുടെ മുടിയിൽ നിന്ന് പോകില്ല. തുടച്ചിട്ട് പോലും ആ ഒരു ഇത് പോകാത്തതുണ്ടോ, നല്ല പോലെ മുടിക്ക് കയറി പിടിക്കും. മുടിയിലിട്ട് ഒരു 15-20 മിനിറ്റോളം നമ്മൾ വെക്കണം. അതിനുശേഷമാണ് നോർമൽ വാട്ടറിൽ കഴുകേണ്ടത്. എന്തായാലും കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കണേ. 100% റിസൾട്ട്. ഞാൻ മുടിയിലിട്ടിട്ടുള്ള റിസൾട്ട് കൂടെ കാണിക്കാം. നരയുള്ളത് കണ്ടോ, എന്തുമാത്രം നരയുള്ളത് കണ്ടോ. ആ ഒരു നരയുള്ള ഭാഗത്തേക്ക് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ക്രീം ഇട്ടതിന് ശേഷം മുടി ഒന്ന് ചീകി കൊടുക്കുക. ആ ഒരു ക്രീം കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ മുടിയിൽ നിന്ന് 20 മിനിറ്റിന് ശേഷം കഴുകിയിട്ടുണ്ട്. മുടിയുടെ ആ ഒരു ബ്ലാക്ക് കളർ കണ്ടോ, ഇതേപോലെ നിങ്ങളുടെ മുടിയും ബ്ലാക്ക് കളർ ആക്കി എടുക്കാൻ ഉറപ്പായും സാധിക്കും. കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് കളയുന്ന ഒന്നാണ് ചകിരി എന്ന് പറയുന്നത്. ആ ഒരു ചകിരി വെച്ചിട്ട് മുടിയിലെ നര പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം. തീ കൂട്ടിയിട്ടൊന്നും ചെയ്യാൻ പാടില്ല. തീ കൂടുതലായി, അതായത് നമ്മൾ തീ കുറച്ചിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇതായിട്ട് വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് തീ അങ്ങ്, അതായത് ചകിരിക്കകത്ത് പറ്റിയിരിക്കുന്ന തീയൊക്കെ അങ്ങ്
അണഞ്ഞു പോകും. അത് തീ കുറച്ചിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ പാക്കിന്റെ ആ ഒരു സംഭവം തയ്യാറാക്കേണ്ടത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തീ കുറച്ചിട്ടിട്ട് ആ ഒരു ഇതെല്ലാം നമ്മുടെ ചകിരി എല്ലാം കത്തി കഴിഞ്ഞ ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. തളിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ആക്കണം. തീ ഓഫ് ആക്കുമ്പോൾ ഈ തീ നിൽക്കും. അപ്പം നിങ്ങൾ കയ്യിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്താൽ മതി. തീ അങ്ങ് മൊത്തവും അണഞ്ഞു പോകും. അതിനുശേഷം തണുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നല്ലോണം സേഫായിട്ട് വേണം ചെയ്യാനായിട്ട്. കെയർലെസ് ആവാൻ പാടില്ല. കാരണം നമ്മൾ തീ കയറുന്ന സമയത്ത് പേടിച്ച് പോകാനൊന്നും പാടില്ല. കെയർലെസ് ആവരുത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടൊന്ന് നോക്കുക. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ വന്ന് എന്നോട് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ചെയ്തിട്ട് അതിന്റെ റിസൾട്ടും വന്ന് എന്നോട് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.